ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. സൈബർ കുറ്റകൃത്യങ്ങളുടെ അപകട സാധ്യതകളിൽ നിന്നും ഭീഷണികളിൽ നിന്നും സുരക്ഷിതരായിരിക്കാൻ ആവശ്യമില്ലാത്ത ലിങ്കുകൾ തുറക്കുന്നത് ഒഴിവാക്കണമെന്നും അജ്ഞാത ഉറവിടങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾക്ക് മറുപടി നൽകരുതെന്നും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. ഇമെയിലുകളോ സന്ദേശമയക്കാനുള്ള സേവനങ്ങളോ വഴി സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നതിനെക്കുറിച്ച് ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ലിങ്കിൽ ക്ലിക്ക് ചെയ്തോ ഫയലുകൾ അടങ്ങിയ അറ്റാച്ച്മെന്റുകൾ ഓപ്പൺ ചെയ്തോ പ്രതികരിക്കുന്നതോടെ സൈബർ ആക്രമണത്തിന് വഴി തുറക്കുകയാണ്. ഷോപ്പിംഗ് മാളുകളുടെയും ഹൈപ്പർ മാർക്കറ്റുകളുടെയും പേരിൽ വൻതുക സമ്മാനം നേടിയെന്ന പേരിൽ SMS-കളും ലിങ്കുകളും പ്രചരിക്കുന്നുണ്ട്. ATM വിവരങ്ങൾ ചോദിച്ച് ബാങ്കുകളിൽ നിന്നെന്ന വ്യാജേനയുള്ള കോളുകളും തട്ടിപ്പിനായി ഉപയോഗിക്കുന്നു. സൈബർ കുറ്റകൃത്യങ്ങളും ഫിഷിംഗ് പോലുള്ള തട്ടിപ്പുകളും ശ്രദ്ധയിൽപ്പെട്ടാൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സേവന കേന്ദ്രങ്ങളിൽ നേരിട്ട് സന്ദർശിച്ചോ മെട്രാഷ് വഴിയോ അധികൃതർക്ക് വിവരങ്ങൾ കൈമാറണമെന്നും അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കുവൈറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസിൽ കാതങ്ങളായ മാറ്റങ്ങൾ ഉൾപ്പെടുത്തി. പുതിയ നിയമമനുസരിച്ച് വിദേശികൾക്ക് ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് 5 വർഷത്തേക്ക് ലഭ്യമാകും. നിലവിൽ ഇത് 3 വർഷമായിരുന്നു. കുവൈറ്റ് സ്വദേശികൾക്കും GCC പൗരന്മാർക്കും 15 വർഷത്തേക്കാണ് ലൈസൻസ് ലഭിക്കുക. പൗരത്വമില്ലാത്തവർക്ക് അധികൃതർ നൽകുന്ന താമസരേഖയുടെ കാലാവധി അനുസരിച്ചായിരിക്കും ലൈസൻസ് പുതുക്കി നൽകുന്നത്. 1976 ഗതാഗത നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും ടെലിഫോൺ വഴി സേവനങ്ങൾ നൽകാൻ UAE മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം സൗകര്യമൊരുക്കി. 6000590000 എന്ന നമ്പറിൽ വിളിക്കുന്നവർക്കാണ് സേവനം. 18 സേവനങ്ങളാണ് ഫോൺ വിളി സേവനത്തിൽ ഉൾപ്പെടുത്തിയത്. സ്വദേശി ജീവനക്കാരുടെ ലേബർ കാർഡ് പട്ടിക, സ്ഥാപനങ്ങൾ ബാങ്ക് അടച്ചതിൽ ശേഷിക്കുന്ന സംഖ്യ, സ്ഥാപന ആക്ടിവിറ്റികൾ റദ്ദാക്കൽ, സ്വദേശികളെ നിയമിച്ചതിന്റെ വിശദാംശങ്ങൾ, തൊഴിൽ കരാർ പകർപ്പ് ലഭ്യമാക്കുക, കമ്പനിയുടെ സമഗ്ര റിപ്പോർട്ട് എന്നിവ തൊഴിലുടമകൾക്ക് ടെലിഫോൺ വഴി ലഭിക്കും. തൊഴിലാളികൾക്ക് ആവശ്യമായ നിരക്ഷേപ സർട്ടിഫിക്കറ്റിനും ടെലിഫോൺ വഴി അപേക്ഷിക്കാം. വീട്ടുജോലിക്കാരുടെ വേതന സുരക്ഷാ പദ്ധതി അനുസരിച്ചുള്ള ശമ്പള റിപ്പോർട്ടും സ്പോൺസർക്ക് ഇതുവഴി ലഭിക്കും. വീട്ടുജോലിക്കാർ വിളിച്ച് വിശദാംശങ്ങൾ നൽകിയാൽ തൊഴിൽ കരാർ പകർപ്പും കൊടുക്കും. തൊഴിലാളികളുടെ പ്രാഥമിക വർക്ക് പെർമിറ്റ് അനുമതിക്കുള്ള നിരക്കും പിഴയും ഇതുവഴിയുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഫോൺ വഴി അടയ്ക്കാം. ഹമദ് മെഡിക്കൽ കോർപ്പറേഷന് കീഴിലുള്ള ആശുപത്രികളിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി എടുക്കാനും റീഷെഡ്യൂൾ ചെയ്യാനും റദ്ദാക്കാനും രോഗികൾക്ക് സൗകര്യപ്രദമായി ഒന്നിലധികം ഓപ്ഷനുകൾ. നേരത്തെ എടുത്ത അനുമതി പ്രകാരം കൃത്യസമയത്ത് എത്തിച്ചേരാൻ പറ്റാത്തവർക്ക് മറ്റൊരു തീയതിയിലേക്ക് മാറ്റുകയോ റദ്ദാക്കുകയോ ചെയ്യാം. 2 സൗകര്യങ്ങളാണ് ഇതിനുള്ളത്. എടുത്ത തീയതി റീഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ അത് നേരത്തെ അറിയിച്ചാൽ രോഗിയുടെ സൗകര്യാർത്ഥം ഉചിതമായ ദിവസവും സമയവും ഉറപ്പാക്കാൻ കഴിയുമെന്ന് ഹമദ് ഹെൽത്ത് കെയർ ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പേഷ്യന്റ് എക്സ്പീരിയൻസ് ചീഫും ഡയറക്ടറുമായ നാസർ അൽ നെയ്മി അറിയിച്ചു. നേരത്തെ അറിയിക്കുന്നതിലൂടെ മറ്റൊരാൾക്ക് കൂടി അവസരം ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. HMCയുടെ രോഗികൾക്ക് വേണ്ടിയുള്ള കോൺടാക്ട് സെന്ററായ നെസ്മാക് മുഖേനയാണ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടുന്നത്. ലഭിച്ച തീയതിയിൽ മാറ്റം വരുത്താനോ റദ്ദാക്കാനോ ആഗ്രഹമുണ്ടെങ്കിൽ അനുമതി ലഭിച്ച സമയത്തിന് കുറഞ്ഞത് 24 മണിക്കൂർ മുമ്പെങ്കിലും 16060 എന്ന നമ്പറിൽ വിളിച്ച് മാറ്റം വരുത്താം. കൂടിക്കാഴ്ചയുടെ തീയതിയും സമയവും സംബന്ധിച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നെസ്മാക് അധികൃതർ രോഗിയെ ഫോണിൽ വിളിച്ച് ഓർമ്മിപ്പിക്കും. തീയതി മാറ്റാനോ റദ്ദാക്കാനോ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വിളിയിൽ അധികൃതരെ അറിയിക്കാവുന്നതാണ്. നെസ്മാക് പേഷ്യന്റ് കോൺടാക്ട് സെന്റർ ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറും ലഭ്യമാണ്. വിവിധ ഭാഷകളിലും സേവനം ലഭിക്കും. ഒരാഴ്ചക്കിടെ സൗദി അറേബ്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 25,150 അനധികൃത താമസക്കാരെ സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്തു.
മാർച്ച് 13-നും മാർച്ച് 19-നും ഇടയിൽ സൗദി സുരക്ഷാ സേന ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് നടത്തിയ സംയുക്ത ക്യാമ്പയിനുകൾക്കിടയിലാണ് ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തത്. 17,886 പേർ റെസിഡൻസി നിയമലംഘകരും 4,247 പേർ അതിർത്തി സുരക്ഷാ നിയമലംഘകരും 3,017 പേർ തൊഴിൽ നിയമലംഘകരുമാണ്. യാത്രാരേഖകൾ ലഭിക്കുന്നതിനായി 30,528 നിയമലംഘകരെ സൗദിയിൽ പ്രവർത്തിക്കുന്ന അവരുടെ നയതന്ത്ര പ്രതിനിധികളുടെ അടുത്തേക്ക് റഫർ ചെയ്തപ്പോൾ 12,008 നിയമലംഘകരെയാണ് രാജ്യത്തു നിന്നും നാടുകടത്തിയത്. സൗദിയിലേക്ക് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 1,553 പേരും പിടിയിലായി. ഇതിൽ 28% യമൻ പൗരന്മാരും 69% എത്യോപ്യൻ പൗരന്മാരും 3% മറ്റ് രാജ്യക്കാരുമാണ്. അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിക്കുന്നതിനിടെ 63 പേരും അറസ്റ്റിലായി. നിയമലംഘകർക്ക് അഭയം നൽകിയതും ജോലി തരപ്പെടുത്തി നൽകിയതും ചെയ്ത കേസിൽ 36 പേരെയും അറസ്റ്റ് ചെയ്തു. 35,795 പുരുഷന്മാരും 2,266 സ്ത്രീകളും ഉൾപ്പെടെ ആകെ 38,061 അനധികൃത താമസക്കാർ നിലവിൽ രാജ്യത്ത് ശിക്ഷാ നടപടികൾ നേരിടുന്നുണ്ട്. നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് വ്യക്തികളെ പ്രവേശിക്കാൻ സഹായിക്കുകയോ അവർക്ക് താമസം ഒരുക്കി നൽകുകയോ മറ്റെന്തെങ്കിലും സഹായവും സേവനവും നൽകുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും 15 വർഷം വരെ തടവും 1 ദശലക്ഷം റിയാൽ വരെ പിഴയും ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇത്തരത്തിൽ നിയമവിരുദ്ധമായി രാജ്യത്തെത്തുന്നവരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളും അഭയം നൽകുന്ന വീടുകളും കണ്ടുകെട്ടുമെന്നും ആഭ്യന്തര മന്ത്രാലയം കൂട്ടിച്ചേർത്തു. 91999996 എന്നീ നമ്പറുകളിൽ വിളിച്ച് നിയമലംഘന കേസുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഗാലക്സി മിൽക്കി വേ കാണാൻ അബുദാബി അൽഖുവയിലേക്ക് പോയ 5-അംഗ സംഘത്തിന്റെ വാഹനം മറിഞ്ഞ് മലയാളി യുവാവ് മരണപ്പെട്ടു. 4 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തിരുവനന്തപുരം സ്വദേശി ശരത് ശശിധരനാണ് മരണപ്പെട്ടത്. പരിക്കേറ്റവരിൽ 3 പേരെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. തിരുവനന്തപുരം സ്വദേശിയായ ഒരാൾ ആശുപത്രിയിൽ തുടരുന്നുണ്ട്. സ്റ്റാർ സർവീസ് LLCയിൽ സേഫ്റ്റി ഓഫീസറായിരുന്നു ശരത്. സുഹൃത്തുക്കൾക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി മിൽക്കി വേ കാണാൻ പോകവെ മരുഭൂമിയിലെ കൂരിരുട്ടിൽ ദിശ മാറിയ പജീറോ മണൽക്കൂനയിൽപ്പെട്ട് കരണം മറിയുകയായിരുന്നു. പലതവണ മറിഞ്ഞ വാഹനത്തിൽ നിന്നും തെറിച്ചു വീണാണ് ശരത് മരണപ്പെട്ടത്. രാജ്യത്തെ എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളും ഇലക്ട്രോണിക് പേയ്മെന്റ് സൗകര്യം ഒരുക്കണമെന്നും ഫോൺ നമ്പറുകൾ വഴി ബാങ്ക് ട്രാൻസ്ഫറുകൾ അഭ്യർത്ഥിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇലക്ട്രോണിക് പേയ്മെന്റ് ഓപ്ഷനുകൾ നൽകാത്ത സ്ഥാപനങ്ങൾക്കെതിരെ ഉപഭോക്താക്കൾക്ക് തജാവോ പ്ലാറ്റ്ഫോം വഴി റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഉപഭോക്താക്കൾക്ക് പേയ്മെന്റ് സേവനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കട ഉടമകൾക്കായി നിരവധി ബോധവൽക്കരണ പരിപാടികൾ മന്ത്രാലയം നടത്തിയിരുന്നു. ക്രയ-വിക്രയ പ്രവർത്തനങ്ങൾ, കസ്റ്റമർ സർവീസ് മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ എന്നിവ ത്വരിതപ്പെടുത്തുന്നതിനു പുറമെ പണമിടപാടിലെ സുരക്ഷാ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനും സമഗ്രമായ ഡിജിറ്റൽ പരിവർത്തനം കൈവരിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പേയ്മെന്റ് സംവിധാനം അധികൃതർ ഒരുക്കിയിരിക്കുന്നത്.